അപ്പോൾ അസ്സലാമു അലൈക്കും. ഞാൻ ഇന്നൊരു എഗ്ഗ് ദം ബിരിയാണി റെസിപ്പിയുമായിട്ടാണ് വന്നത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അടിപൊളി ടേസ്റ്റുള്ള ബിരിയാണിയാണിത്. ഇതിന് ആദ്യമായി എഗ്ഗ് ബോയിൽ ചെയ്തെടുക്കുക. ഞാൻ 6 എഗ്ഗാണ് എടുത്തത്. എഗ്ഗ് റെഡിയായി മാറ്റി വെക്കുക. മസാല റെഡിയാക്കി എടുക്കാം. അതിനു വേണ്ടി ഒരു പാത്രം സ്റ്റൗവിൽ വെച്ചു. ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് ചതച്ചെടുത്ത ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇട്ട് കൊടുക്കുക. നന്നായി ഇളക്കി കൊടുക്കുക. അതിലേക്ക് 2 വലിയ സവാള ഇട്ട് കൊടുക്കുക. നന്നായി മിക്സ് ചെയ്യുക. അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. നന്നായി മിക്സ് ചെയ്യുക. അതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. നന്നായി മിക്സ് ചെയ്യുക. ഇതിലേക്ക് ഞാൻ 4 വലിയ തക്കാളിയാണ് എടുത്തത്. ഫുൾ തക്കാളി ഇതിലിട്ട് കൊടുക്കുന്നില്ല. 1 തക്കാളി മാറ്റി വെച്ചു. 3 തക്കാളി മാത്രമേ ഇതിലേക്ക് ആഡ് ചെയ്യുന്നുള്ളൂ. 1 തക്കാളി ഞാൻ മിക്സിയിൽ അരച്ചെടുത്തിട്ട് ഒഴിക്കുന്നതാണ്. നന്നായി മിക്സ് ചെയ്യുക. തക്കാളി ഉള്ളി റെഡിയായി. അതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ജീരകപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല ഇട്ട് നന്നായി ഇളക്കിയെടുക്കുക. ഇതിലേക്ക് ചിക്കൻ സ്റ്റോക്ക് പൗഡർ ഇട്ട് കൊടുത്ത് നന്നായി മിക്സ് ചെയ്യുക. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പുളിയില്ലാത്ത തൈര് ഇട്ട് കൊടുക്കുക. പുളിയില്ലാത്ത തൈരിന് ഇട്ട് കൊടുക്കണം. പുളിയുള്ള തൈര് പറ്റൂല. എന്നിട്ട് നന്നായി മിക്സ് ചെയ്യുക. അതിലേക്ക് കുറച്ച് മല്ലിയില ആഡ് ചെയ്യുക. നന്നായി മിക്സ് ചെയ്യുക. അതിലേക്ക് എഗ്ഗ് ഇടുക. എഗ്ഗ് ഇങ്ങനെ മുറിയിടണം കേട്ടോ. നമ്മൾ ഈ മീനില്ലേ, പൊരിക്കാനാക്കുന്ന മീൻ പോലെ ഇങ്ങനെ ഇട്ടാൽ ഉള്ളിലേക്ക് നല്ലോണം മസാല പിടിക്കും. എഗ്ഗെല്ലാം മൊത്തം എല്ലാം കൂടി മിക്സ് ചെയ്യുക. ഇതിലേക്ക് നമ്മളൊരു തക്കാളി മാറ്റി വെച്ചിട്ടില്ലേ, അത് മിക്സിയിൽ അരച്ചെടുത്ത് ഇതിലേക്ക് ചേർക്കുക. തക്കാളിൻ്റെ പച്ചമണം പോകുന്നത് വരെ വഴറ്റി കൊടുക്കുക. അതിലേക്ക് 1 ടീസ്പൂൺ വിനെഗർ ചേർക്കുക. നമ്മൾ മസാല റെഡിയായി. നമുക്കത് മാറ്റി വെക്കാം. ഇപ്പോഴും കുറച്ച് ലൂസായിരിക്കണം, എന്നാൽ മാത്രമേ നമ്മളെ ബിരിയാണി ടേസ്റ്റ് ഉണ്ടാവും. ഇനി നമുക്ക് റൈസ് റെഡിയാക്കി എടുക്കാം.
സ്റ്റൗ ഓൺ ചെയ്ത് ഒരു പാത്രം വെച്ച് നമുക്ക് അതിലേക്ക് ഗീ ഇട്ട് കൊടുക്കുക. 1.5 ടേബിൾ സ്പൂൺ ഗീ, കുറച്ച് വെളിച്ചെണ്ണ ചേർക്കുക. ഇതിലേക്ക് ഒരു ലീഫ് ഇട്ട് കൊടുക്കുക. 2 പട്ട, 1 സ്റ്റാർ, 5 ഗ്രാമ്പു, 1 കഷ്ണം ഉള്ളി. ഈ വെച്ച റൈസ് അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഞാൻ ഇതിനു വേണ്ടി എടുത്ത റൈസ് ജീരകശാലയാണ്. 3/4 കിലോ റൈസാണ് ഞാൻ എടുത്തത്. നന്നായി വറുത്തെടുക്കുക. നല്ലോണം വറുത്തെടുക്കുക. ഇതിലേക്ക് 2.5 കപ്പ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് മിക്സ് ചെയ്ത് അടച്ചു വെക്കുക. ഇരുപത് 25 മിനിറ്റ് വേവിച്ചെടുക്കുക. ഞാൻ ഫ്ലെയിം കൂട്ടിയിട്ടാണ് വെച്ചത്. ഇരുപത്തഞ്ച് മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് തുറന്ന് നോക്കാം. ചോറ് റെഡി. റൈസെല്ലാം നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. കുറച്ച് ചോറ് നമുക്ക് മാറ്റി വെക്കാം മസാല ഇടാൻ വേണ്ടിയിട്ട്. അതിൻ്റെ മുകളിൽ ഗരം മസാല ഇട്ട് കൊടുക്കുക. കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കുക. കുറച്ച് ഗീ ഇട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും ബിരിയാണിക്ക് മസാല ഇടുമ്പോൾ. കുറച്ച് ലെമൺ ജ്യൂസ് ഒഴിച്ച് കൊടുക്കുക. ഞാൻ 1 ലെമണാണ് എടുത്തത്. ഇതിൻ്റെ മുകളിൽ മസാല ഇട്ട് കൊടുക്കുക. എഗ്ഗ് നമ്മൾ മാറ്റി വെക്കണം, അല്ലെങ്കിൽ നമ്മൾ മൊത്തം ഇതാകുമ്പോൾ എഗ്ഗ് പൊട്ടിപ്പോവും. എല്ലാ ഭാഗത്തും മസാല ആക്കി കൊടുക്കുക. അതിൻ്റെ മുകളിൽ മല്ലിയില ഇട്ട് കൊടുക്കുക. അതിൻ്റെ മുകളിൽ നമ്മൾ മാറ്റി വെച്ച റൈസ് ഇട്ട് കൊടുക്കുക. ഇതിൻ്റെ മുകളിൽ മല്ലിയില ഇട്ട് കൊടുക്കുക. അതിൻ്റെ മുകളിൽ ലെമൺ ജ്യൂസ് ഒഴിച്ച് കൊടുക്കുക. അതിൻ്റെ മുകളിൽ കുറച്ച് ഗീ ചേർക്കുക.
കുറച്ച് ഗരം മസാല ചേർക്കുക. ഇതിൻ്റെ മുകളിൽ എഗ്ഗ് വെച്ച് കൊടുക്കുക. ഇതിൻ്റെ മുകളിൽ ചാർക്കോൾ വെച്ച് അടച്ചു കൊടുക്കുക. ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ഓപ്പൺ ആക്കി നോക്കാം. നമ്മളെ ദം എഗ്ഗ് ബിരിയാണി റെഡി. നല്ല സ്മെല്ല് വരുന്നുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അടിപൊളി ടേസ്റ്റ് ബിരിയാണിയാണിത്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോയിൽ വരുന്നതുവരെ ബായ്.